റേഡിയോ മാറ്റുലി 90.4. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശങ്കുലം. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. മണ്ണറിഞ്ഞ് മനം നിറഞ്ഞ്. മാനന്തവാടി സ്വദേശി ആരിപ്പള്ളിൽ ഡിഗോൾ തോമസിന്റെ സമ്മിശ്ര കൃഷി വിശേഷങ്ങൾ. നമസ്കാരം പ്രിയ കർഷക ശ്രോതാക്കളെ. പയ്യമ്പള്ളി സ്വദേശി ഡിഗോൾ തോമസിന്റെ കൃഷിവിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടത്. തന്റെ 8 ഏക്കർ അവനി അഗ്രിഫാമിനെ എങ്ങനെ വിജയകരമായ ഒരു സമ്മിശ്ര കൃഷിയിടമാക്കി മാറ്റി അദ്ദേഹം എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടു. ഇന്ന് അദ്ദേഹത്തിന്റെ ഫാമിലെ മറ്റൊരു പ്രധാന ആകർഷണമായ മത്സ്യകൃഷി വിശേഷങ്ങളിലേക്ക് കടക്കാം. തോട്ടത്തിലെ നനയ്ക്കൽ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച വലിയ കുളത്തെ ഒട്ടും പാഴാക്കാതെ വീട്ടാവശ്യത്തിനുള്ള മത്സ്യകൃഷിക്കായി ഡിഗോൾ തോമസ് എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം. കൃഷിയിടത്തിലെ ജലസേചനവും മത്സ്യകൃഷിയും പരസ്പരം സഹായിക്കുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും വീട്ടാവശ്യത്തിന് വിഷമില്ലാത്ത ഫ്രഷ് മീൻ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിപണിയിൽ നിന്നും വാങ്ങുന്ന മീനുകളിലെ രാസവസ്തുക്കളെക്കുറിച്ചുള്ള ആശങ്ക ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. കുളത്തിന്റെ സ്വാഭാവിക അന്തരീക്ഷത്തിനിണങ്ങുന്നതും കുറഞ്ഞ പരിചരണം ആവശ്യമുള്ളതുമായ മത്സ്യയിനങ്ങളെയാണ് അദ്ദേഹം വളർത്തുന്നത്. തോട്ടത്തിലെ മറ്റ് കൃഷി ജോലികൾക്കൊപ്പം തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ പരിപാലനവും. അതിനാൽ മത്സ്യകൃഷിക്കായി പ്രത്യേകം കഠിനാധ്വാനമോ അധിക സാമ്പത്തിക ബാധ്യതയോ വരുന്നുമില്ല. കൃഷിയിടത്തിലെ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു മികച്ച ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് മാതൃകയാണ് ആരിപ്പള്ളി ഡിഗോൾ തോമസ് തന്റെ അവനി അഗ്രി ഫാമിലൂടെ കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിന്റെ മത്സ്യകൃഷി വിശേഷങ്ങളിലേക്ക്. എത്ര വർഷമായി മത്സ്യകൃഷി ആരംഭിച്ചിട്ട്? അതിനെ മത്സ്യകൃഷി എന്ന് ഞാൻ വിളിക്കാറില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുളമാണ്. അതിൽ ഞങ്ങൾ ആ ഇറിഗേഷനിലേക്ക് വെറുതെ വെള്ളം പോകുന്നതും അതിനെ ഒരു ഫോർട്ടിഫൈഡായിട്ട് മത്സ്യത്തിൻ്റെ വളവും കൂടെ ചേർത്തുകൊണ്ട് ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഞങ്ങളത് 1 വർഷത്തോളമായി ഇപ്പം മീനിനെ ഇടാൻ തുടങ്ങിയിട്ട്. എത്ര സെന്റ് കുളം ഇപ്പോൾ ഉള്ളത്? ഞങ്ങൾക്ക് ഏകദേശം ഒരു 20 സെന്റ് കുളമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണുള്ളത്? അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കാർപ്പ് വെറൈറ്റികളുണ്ട്. മെയിനായിട്ട് കാർപ്പ് വെറൈറ്റി, അതിൽ കട്ട്ള, റോഹ്, മൃഗാലുണ്ട്. പിന്നെ ചെറുമീനും അല്ലെങ്കിൽ വരാലും ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ചാണ് ഇട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഒരുമിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കൃഷിയാണ്. എന്നുവെച്ചാൽ വരാലെപ്പോഴും മറ്റതിനെ പിടിച്ച് കാർപ്പ് വെറൈറ്റീനെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളതാണ്. പക്ഷേ ഞാൻ ആദ്യം കാർപ്പിനെ ഇട്ട് കുറച്ച് വലുതായതിനു ശേഷമാണ് ചെറിയ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ നമുക്ക് ഒരു ലോസ് വന്നു എന്ന് പറയാനില്ല. എങ്കിൽ കൂടി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം കൃഷി അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തീറ്റക്രമം എങ്ങനെയാണ്? ഏത് സമയത്താണ് തീറ്റ കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ? ഞാൻ അതിന് ഇപ്പോൾ കാർപ്പ് വെറൈറ്റിക്ക് നമുക്ക് പുല്ലും, ഇപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കളകൾ, ഈ ചെറിയ ചീരമരത്ത് ഇലകൾ, അതേമാതിരി വാഴയുടെ ഇല, അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞ് പരമാവധി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും. പിന്നെയുള്ളത് ഈ പറഞ്ഞ മാതിരി വരാലിന് നമുക്ക് കൈത്തീറ്റ തന്നെ കൊടുക്കണം. അപ്പോൾ അത് 2 നേരമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. രാവിലെയും വൈകുന്നേരം 2 നേരമായിട്ടാണ് തീറ്റ കൊടുക്കുക. അതിൻ്റെ കൂടെ മറ്റതും തിന്നും. മറ്റു മീനുകളും ഒരുമിച്ച് കിടക്കുന്നതായതുകൊണ്ട് അവരും മത്സരിച്ച് തിന്നും. പക്ഷെ എന്നാലും ഞങ്ങൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട്, ഞാൻ ഈ കൃഷി എന്നുള്ളൊരു സെൻസിലല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിൽ അതിന് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ തീറ്റ കൊടുക്കാറുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഞങ്ങൾക്ക് ആ തണുപ്പ് വന്ന സമയത്ത് ഞങ്ങളുടെ കുളത്തിൽ കുറച്ച് ഫംഗൽ അറ്റാക്ക് കണ്ടായിരുന്നു. പക്ഷെ അത് അന്നേരം ഞങ്ങൾ വെള്ളം പരമാവധി കുറച്ച് അതിന് പൗഡോണൈഡിനും ഒക്കെ വെച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് അതിനെ രക്ഷിച്ചെടുക്കുകയുണ്ടായത്. ആ തണുപ്പ് വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ ഇതിന് രോഗങ്ങൾ വരാനുള്ള, ഫംഗൽ അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നത്. അതുമാത്രമേ എനിക്ക് വന്ന് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഈ പറഞ്ഞ മാതിരി വരാല് മറ്റ് മീനിനെ തിന്നുന്ന ഒരു വിഷയം മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ജീവികളുടെ, ഇപ്പം പാമ്പ്, മൂങ്ങ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാനതിന് പിന്നെ ആ കുളം മുഴുവൻ
നെറ്റിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് മറ്റ് ജീവികളൊന്നും, ചെറിയ കിളികളല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിയ പക്ഷികളൊന്നും കയറില്ല. മൊത്തം നെറ്റിട്ടുണ്ട്. പിന്നെ അങ്ങനെ വേറെ പുറമേ നിന്നുള്ള ഒരു അറ്റാക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മത്സ്യകൃഷി എന്നുള്ള ഒരു ലക്ഷ്യത്തിലല്ല എന്ന് പറഞ്ഞു. ഭാവിയിൽ അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, അതിന് ഞാൻ എപ്പോഴും വിപണി അല്ല മത്സ്യകൃഷി എന്നുള്ളതിനെ മറിച്ച് അതിനെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഫാം സ്റ്റേയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഗസ്റ്റിന് ഒരു ചൂണ്ട കൊടുത്ത് അവരെ കൊണ്ട് മീൻ പിടിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ അതിനെ വിപണിയിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഈ തണുപ്പ് കൂടുന്ന സമയത്തുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ മറ്റേതെങ്കിലും സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മത്സ്യകൃഷി ചെയ്യുമ്പോൾ നേരിടുന്നത്? ഇല്ല, ഞാനിപ്പോൾ അങ്ങനെ അത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ട് മത്സ്യകൃഷി ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിന് അത്ര സീരിയസ് ആയിട്ട് അതിനെ നോക്കുന്നില്ല. ആ തണുപ്പ് അതുമാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ അന്നേരം ഇതേമാതിരി ഫിഷറീസ് വകുപ്പിന്റെ അടുത്തു നിന്നുള്ളൊരു ഇടപെടൽ കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി. ഈ മത്സ്യകൃഷി ആരംഭിക്കുന്ന സമയത്ത് ഫിഷറീസ് വകുപ്പിന്റെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ കർഷകർക്ക് ലഭ്യമുണ്ടോ? എനിക്ക് തന്നിട്ടില്ല. ഞാൻ കുഞ്ഞുങ്ങളെ മുഴുവൻ എനിക്ക് കൃഷി വകുപ്പിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അവിടെ അപേക്ഷ വെച്ച് അവരുടെ അടുത്തു നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ്, അത് വരാലിൻ്റെ ആണെങ്കിലും മറ്റ് കാർപ്പിൻ്റെ വെറൈറ്റി ആണെങ്കിലും അവരുടെ അടുത്തു നിന്നുള്ള വിത്തുകൾ തന്നെയാണ് ഞാൻ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് നമുക്ക് അത് മീൻ പിടിക്കാനായിട്ട് കഴിയും? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 6-7 മാസം കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ പ്ലേറ്റ് സൈസിലേക്കുള്ള, അതായത് നമുക്ക് വിപണി വലിയൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള മീനിനെ നമുക്ക് വേണമെങ്കിൽ പിടിച്ച് കഴിക്കാവുന്ന ഒരു സൈസിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനിതുവരെ പിടിച്ചിട്ടില്ല. അപ്പോൾ അടുത്തൊരാഴ്ച മുതൽ ചിലപ്പോൾ പിടിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ഇതിലാണുള്ളത്. ഈ എല്ലാ വെറൈറ്റി 7 മാസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറുമീനൊക്കെ പിന്നെ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതായത് വരാൽ ഒരു 4-5 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 1.5 കിലോ വലുപ്പത്തിലേക്ക് ഞങ്ങൾ കുളത്തിലെത്തിയിട്ടുണ്ട്. അത് ഇനി മറ്റേ മീനിനെ തിന്നുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും അത് നല്ല വലുപ്പത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർപ്പ് വെറൈറ്റി അത്യാവശ്യം നല്ല സൈസിലേക്ക് വരുന്നുണ്ട്. പിന്നെ കിട്ടുന്ന എല്ലാ സീഡ്ലിങ്ങും ഒരേമാതിരി വലുതായി കിട്ടണം എന്നുള്ള, അതിലേക്ക് ചിലതിന് തീരെ വളർച്ച കുറവ് കാണിക്കുന്ന മീനുകളും കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. മാക്സിമം ഓരോ ടൈപ്പും എത്ര കിലോ വരെ വരും? ഇപ്പോൾ കുളത്തിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും എൻ്റെ കുളത്തിൽ ഏകദേശം ഒരു 1.5 കിലോയ്ക്ക് മേലുള്ള മീനുകൾ വരെ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഒരു വർഷം കൊണ്ട് തന്നെ. നമ്മുടെ വയനാട്ടിൽ മത്സ്യകൃഷി സാധ്യതയുള്ളതാണോ? തീർച്ചയായും. വയനാട്ടിൽ ഒരുപാട് സ്ഥലത്ത് നിറയെ നല്ല മത്സ്യകർഷകരുണ്ട്. ഒരുപാട് പേര് നന്നായിട്ട് മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്. മത്സ്യത്തിന് ഒന്നാമത് നമുക്കിവിടെ കടൽ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ മത്സ്യകൃഷിക്കൊരു സാധ്യത മുന്നിലുണ്ട്. പക്ഷെ അതിനെ പുതിയ മാറിയ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സാധാരണ മീൻ പിടിച്ച് മാർക്കറ്റിലെത്തിക്കുന്നതിന് പകരം കഴിയുന്നതും നമ്മളെ ഉപഭോക്താക്കൾക്ക് അതിനെ ജീവനോടെ എത്തിക്കാനുള്ള സംവിധാനമോ അങ്ങനെ ഒരു നൂതനമായിട്ടുള്ള ഒരു ആശയം കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മത്സ്യകൃഷിക്ക് നല്ലൊരു സാധ്യത വയനാട്ടിൽ കാണുന്നുണ്ട്. ഇനി മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഇതുപോലുള്ള എന്തൊക്കെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വേണം ഈ ഒരു കൃഷി ആരംഭിക്കാൻ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മത്സ്യകൃഷി ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു ആളായതുകൊണ്ട് ഒരു അഡ്വൈസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനറിയില്ല. എങ്കിൽ കൂടി ഏത് കൃഷിയാണെങ്കിലും കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് കൃഷി ചെയ്യുന്നത്, അതിൻ്റെ വിപണി എവിടെ എന്നുള്ളത് ആലോചിച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് എപ്പോഴും നല്ലത്. വിപണി കൂടെ കണ്ടെത്തിയതിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങായിരിക്കും എപ്പോഴും നന്നാവുക. അപ്പോൾ എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എവിടെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ആദ്യം കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പയ്യമ്പള്ളി സ്വദേശി ആരിപ്പള്ളിയിൽ ഡിഗോൾ തോമസിന്റെ മത്സ്യകൃഷി വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിയിലെ ഒരു ഘടകത്തിൽ നിന്നുള്ള അവശിഷ്ടം മറ്റൊരു ഘടകത്തിന് വളമാകുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് രീതിയുടെ മനോഹരമായ ഉദാഹരണമാണ് അവനി അഗ്രി ഫാമിലെ ഈ മത്സ്യകൃഷി. തോട്ടത്തിലെ ചെടികൾക്ക് പോഷക സമൃദ്ധമായ വെള്ളവും വീട്ടുകാർക്ക് വിഷമില്ലാത്ത ഫ്രഷ് മീനും ഉറപ്പാക്കുന്ന ഈ വേറിട്ട ചിന്താഗതി കൃഷിയിലേക്ക് കടന്നുവരുന്ന ഏതൊരു പുതിയ സംരംഭകനും മാതൃകയാക്കാവുന്ന ഒന്നാണ്.
വലിയ ചിലവുകളില്ലാതെ പ്രകൃതിയോടിണങ്ങി നിന്ന് എങ്ങനെ ലാഭകരമായി കൃഷി ചെയ്യാമെന്ന് ഡിഗോൾ തന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നു. കാർഷിക മേഖലയിൽ ഇനിയും വിജയങ്ങൾ കൈവരിക്കാൻ ഈ കർഷകന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യായങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയ കർഷക ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഭാഗ്യലക്ഷ്മി. നിർവഹണ സഹായം റെനി ഷാരിപ്പിള്ളിൽ. മണ്ണറിഞ്ഞ് മനം നിറഞ്ഞ്. മാനന്തവാടി സ്വദേശി ആരിപ്പള്ളിൽ ഡിഗോൾ തോമസിന്റെ സമ്മിശ്ര കൃഷി വിശേഷങ്ങൾ.